കഴിഞ്ഞ ദിവസം റഷ്യയിലും ജപ്പാനിലും സുനാമി തിരകൾ ആഞ്ഞടിച്ചു. റഷ്യയിലുണ്ടായ ശക്തമായ ഭൂകമ്പമാണ് സുനാമിക്ക് കാരണം. ജൂലൈ 5-ന് ജപ്പാനിൽ വലിയ ദുരന്തം ഉണ്ടാകുമെന്ന് ജാപ്പനീസ് എഴുത്തുകാരിയായ റയോ തത്സുഗി പ്രവചിച്ചിരുന്നു. ഇതേ തുടർന്ന് വലിയ ആശങ്കയിലും ഭയത്തിലുമായിരുന്നു ജപ്പാൻ. ജൂലൈ 5-ന് വലിയ ജാഗ്രതയിലായിരുന്നു രാജ്യം. എന്നാൽ ആ ദിവസം ഒന്നും സംഭവിച്ചില്ല. ഇതോടെ തത്സുഗിയുടെ പ്രവചനം വെറുതെയാണെന്ന ചർച്ചകളുണ്ടായി. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ജൂലൈ മാസം അവസാനിക്കുമ്പോൾ ജപ്പാനെ സുനാമിയുടെ രൂപത്തിൽ ദുരന്തം വിഴുങ്ങിയിരിക്കുന്നു. പിന്നാലെയാണ് തത്സുഗിയുടെ പ്രവചനം വീണ്ടും ചർച്ചയാകുന്നത്. മുമ്പ് പല ദുരന്തങ്ങളും പ്രവചിച്ച് തത്സുഗി ശ്രദ്ധ നേടിയിരുന്നു. ഇത്തരത്തിൽ 2011 മാർച്ചിൽ ജപ്പാനെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പവും തത്സുഗി പ്രവചിച്ചിരുന്നു. അതിനാൽ ജൂലൈ 5 വളരെ ഭയത്തോടെയാണ് കടന്നുപോയത്. സർക്കാരും അതീവ ജാഗ്രതയിലായിരുന്നു. ജൂണിൽ നിരവധി ഭൂകമ്പങ്ങൾ ജപ്പാനിൽ അനുഭവപ്പെട്ടു. ജൂൺ 23-ന് മാത്രം അനുഭവപ്പെട്ടത് 123 ഭൂചലനങ്ങളാണ്. ഇതോടെ തത്സുഗിയുടെ പ്രവചനം സംഭവിക്കും എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ടായി. ഈ ചെറുഭൂചലനങ്ങൾ വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിൻ്റെ നാന്ദിയായി ജനങ്ങൾക്ക് തോന്നി. ജപ്പാനിലേക്കുള്ള യാത്ര പോലും പലരും ഉപേക്ഷിച്ചു. ടൂറിസം മേഖലയിൽ വലിയ തിരിച്ചടിയുണ്ടായി. എന്നാൽ ജൂലൈ 5 സാധാരണ പോലെ കടന്നുപോയി. റഷ്യയിലെ കംചത്ക ഉപദ്വീപിലുണ്ടായ 8.8 തീവ്രതയുള്ള ഭൂകമ്പത്തെ തുടർന്നാണ് സുനാമി രൂപപ്പെട്ടത്. റഷ്യൻ തീരങ്ങളെ വിഴുങ്ങിയ സുനാമി ജപ്പാനിലും ഹവായ് ദ്വീപിലും US-ന്റെ പടിഞ്ഞാറൻ തീരങ്ങളിലും എത്തി. ജപ്പാനിൽ 2011-ലുണ്ടായ ഭൂകമ്പവും സുനാമിയും വൻ നാശം വിതച്ചിരുന്നു. ഏകദേശം 20,000 പേരുടെ ജീവനാണ് ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത്. നിരവധി പേരെ കാണാതാകുകയും ചെയ്തു. സുനാമിയിൽ ഫുക്കുഷിമ ആണവ നിലയത്തിനും കേടുപാടുകൾ സംഭവിച്ചു. സുനാമി മുന്നറിയിപ്പ് ലഭിക്കാൻ വൈകിയതാണ് ദുരന്തത്തിൻ്റെ ആഘാതം കൂട്ടിയത്. കഴിഞ്ഞ ജൂണിൽ ഭൂകമ്പം മുൻകൂട്ടി അറിയാനുള്ള നെർവസ് എന്ന പുതിയ സംവിധാനം ജപ്പാനിൽ ഒരുക്കിയിട്ടുണ്ട്. പുതിയ സംവിധാനം ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകും. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ജപ്പാനിൽ ഇടയ്ക്കിടെ ചെറുതും വലുതുമായ ഭൂകമ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏറ്റവും ഒടുവിൽ റഷ്യയിലെ കംചത്ക ഉപദ്വീപിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തെ തുടർന്നാണ് സുനാമി രൂപപ്പെട്ടത്. 8.8 തീവ്രതയുള്ള ഭൂകമ്പമാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. പസഫിക് സമുദ്രത്തിൽ പെട്രോ പാവ്ലോവ്സ്ക് കാംചസ്കി നഗരത്തിന് തെക്കുകിഴക്കായി 126 കിലോമീറ്റർ അകലെയായിരുന്നു ഭൂകമ്പത്തിൻ്റെ പ്രഭവകേന്ദ്രം. പിന്നാലെ 6.9 തീവ്രതയുള്ള തുടർചലനങ്ങളും ഉണ്ടായി. ശക്തമായ ഭൂകമ്പത്തിന് പിന്നാലെയാണ് റഷ്യയുടെ തീരങ്ങളെ സുനാമി തിരകൾ വിഴുങ്ങിയത്. റഷ്യയുടെ സെവേറോ കുറിൽസ്ക് മേഖലയിലാണ് സുനാമി തിരകൾ ആഞ്ഞടിച്ചത്. വടക്കൻ ജപ്പാനിലെ ഹൊക്കൈഡോ മേഖലയിലാണ് സുനാമി തിരകൾ എത്തിയത്. ഫുക്കുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ സുനാമി തുടർന്ന് ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു.